ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, ചാക്കരി, അത് വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മധുരമൊന്നും വെക്കാതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരി അല്ലെങ്കിൽ പുഴുക്കലരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. ഈ അരിക്കുണ്ടല്ലോ ചെറിയൊരു സ്മെല്ലുണ്ടാകുമല്ലോ, അത് മാറാൻ വേണ്ടി നമ്മൾ ഒരു 5-6 പ്രാവശ്യം ഇളം ചൂടുവെള്ളത്തിൽ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു വൃത്തിയുള്ള തുണിയിലോട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫാനിൻ്റെ കീഴിലോട്ട് വെച്ചൊന്ന് കാറ്റ് കൊള്ളിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. എന്നിട്ടിത് മില്ലിൽ കൊടുത്തൊന്ന് പൊടിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വറുക്കുന്ന രീതിയിൽ ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. വീണ്ടും നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. നമ്മൾ മധുരം വെക്കാത്ത കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുത്തു. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ട് 5 ചുവന്നുള്ളി, മീഡിയം സൈസുള്ള 5 ചുവന്നുള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തിട്ട് 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഇതേ രീതിയിൽ കുറച്ച് തരിതരിപ്പായിട്ടാണിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തു. ഇതിലോട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചാക്കരിയുടെ പൊടിയാണ്. അത് നമ്മൾ 1.5 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 240 ml കപ്പിലാണ് ഞാനിത് അളന്നെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മധുരമൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇതേ രീതിയിൽ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളുണ്ടല്ലോ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ പച്ചരിയുടെ പൊടി കൊണ്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണല്ലോ നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഈ പൊടി കൊണ്ടുണ്ടല്ലോ നമുക്ക് പുട്ടും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുത്തു. നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇതിലോട്ടൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കുഴച്ചെടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളയായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. ഇത്രയും മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേ രീതിയിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒന്ന് ഉരുട്ടി വെക്കാം. എല്ലാ മാവും നമ്മളിതാ ഇതേ രീതിയിലൊന്ന് ഉരുട്ടി വെച്ചു. ഇനി നമുക്ക് ഇത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഇഡലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആവി വരാൻ തുടങ്ങി. ഇതിലോട്ട് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. അത് നോക്കിയാൽ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി കഴിക്കാൻ പറ്റുന്നൊരു കൊഴുക്കട്ടയാണ് കേട്ടോ.
ഇതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരി ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.